ഇനി ജോസ് കെ മാണി MP ഇപ്പോൾ ടെലിഫോണിൽ പ്രതികരിക്കാൻ. ശ്രീ ജോസ് കെ മാണി, 3 പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളെ ജോലിക്കായി കൊണ്ടുപോകുമ്പോഴാണല്ലോ കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലാക്കിയത്. ആ പെൺകുട്ടികളുടെ അവരുടെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയിലൂടെ. അവർക്ക് വന്നിരുന്ന ഭീഷണി, ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പെൺകുട്ടികളെ ഓരോ മുറിയിലേക്ക് കൊണ്ടുപോയി ഓരോരുത്തരെയും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി, മുഖത്തടിച്ചു, റേപ്പ് ചെയ്യുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. അവരോട് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി പറയാൻ നിർബന്ധിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശ്രീ ജോസ് കെ മാണി, ഇതിലെ ഇടപെടൽ ഇനി ഏത് രൂപത്തിൽ വേണം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിൽ പറഞ്ഞാൽ, ഞങ്ങളൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ഈ വിഷയങ്ങളുമായിട്ട് ഇടപെടുകയുണ്ടായി. അതുമേ ഞങ്ങൾ പോയിരുന്നു. ഞങ്ങള് നൻസിനെ, കന്യാസ്ത്രീയെ കാണാൻ ശ്രമിച്ചു. ആദ്യത്തെ ദിവസം അനുവദിച്ചില്ല, പിറ്റേ ദിവസം രാവിലെ കണ്ടു. ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതൽ അവരുമായി സംസാരിച്ചു. അപ്പോൾ തന്നെ ഈ വിവരങ്ങൾ മുഴുവൻ ലഭിച്ചിരുന്നു. ഈ 3 കുട്ടികളെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ ഒരുമിച്ച് നിർത്തി, അത് കഴിഞ്ഞ ശേഷം ഓരോ റൂമിൽ കൊണ്ടുപോയി അവരെ മാക്സിമം ആയിട്ട് വളരെ ശാരീരികമായി ആക്രമിക്കുകയുണ്ടായി. സ്റ്റേറ്റ്മെന്റ് എതിരായിട്ട് എഴുതണമെന്നുണ്ടായി. പക്ഷെ ഒരു കാര്യം, ആ ബാലനെയും, ആദിവാസി ആയുള്ള ആ ബാലനെയും വളരെ മോശമായിട്ട് പെരുമാറുകയും മാനസികമായി തകർക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഒരു ഇതുള്ളത് അവർ സത്യസന്ധമായി നിന്നു, വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാനസികമായി തകർന്ന് അവർ പറയുന്ന ആ രീതി തന്നെ പോകുമായിരുന്നു. അപ്പോൾ ഇത് വളരെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എത്തുന്നു. അതും പോലീസിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ നടന്നത് ഒരു ഗുണ്ടാരാജാണ്. ആ ഗുണ്ടാരാജ് ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. അത് അവിടെ ഭരിക്കുന്ന ആ സർക്കാരിന്റെ പിന്തുണയോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദ്യം തൊട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളോടും സംസാരിക്കുമ്പോഴും അവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ DGP ആയിട്ട് സംസാരിച്ചു. അവിടുത്തെ പിതാവിനെ പോയി നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞ് പല രീതിയിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ സംസാരിക്കുമ്പോഴും പ്രധാനമായും ബെയില് ലഭിക്കുക എന്നുള്ള, ജാമ്യം ലഭിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുഴുവൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിലേക്ക് തന്നെ ഓരോ ദിവസവും അല്ല 2 ആഴ്ച തോറും അവര് ഓരോ ബോഡിയുടെ മുമ്പിൽ പോയി അവര് കാണുകയും ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. മാത്രമല്ല, പെൺകുട്ടികളുടെ പരാതിയിൽ കേസ് എടുത്തിട്ടുമില്ല ശ്രീ ജോസ് കെ മാണി. അതെ. അപ്പോൾ അത് പരാതിയിൽ എടുത്തിട്ടില്ല. മാത്രമല്ല അവരെ കൊണ്ട് അത് ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവര് പരാതിക്ക് കൊടുക്കാനായിട്ട് അവര് തയ്യാറാണ്, പരാതി എടുക്കുന്നില്ല. അത് മാത്രമല്ല മറ്റൊരാളെ കൊണ്ട് നമ്മൾ പരാതി കൊടുപ്പിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തി. അതിപ്പോൾ എടുത്തിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭരണകൂടം ചെയ്യുന്ന വലിയ ഒരു അതിക്രമമാണ്. ഒരു തരത്തിൽ പറഞ്ഞ കേന്ദ്രവും അതോടൊപ്പം തന്നെ സംസ്ഥാനവും ഈ രാജ്യത്തിനോട്, പ്രത്യേക ന്യൂനപക്ഷത്തിനോട്, ക്രൈസ്തവരോട് ഇങ്ങനെയുള്ള ഒരു ഭരണഘടനയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു മാപ്പ് പറയേണ്ടതാണ്. അപ്പൊ ഇതിപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഇംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ഈ കേസ് ഒഴിവാക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികളാണ് സർക്കാർ വാസ്തവത്തിൽ സ്വീകരിക്കേണ്ടത്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ നമ്മളെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് തെളിവുകളില്ല, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് എടുത്തത് എന്ന് കേന്ദ്ര ഭരണകൂടം തന്നെ പറയുമ്പോഴും അതാണ് ആദ്യമേ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.